5 സ്ഥലത്താറായി. പക്ഷെ എന്നാലും അടിയിലേക്കുള്ള വ്യൂ അടിപൊളി. ജാസ്മീന് മിക്കവാറും വലിച്ചു കയറ്റിക്കൊണ്ടുകൊണ്ടി വരും. പക്ഷെ പെട്ടെന്ന് ഇറങ്ങി പോയ പോലെ തോന്നണം എനിക്ക്. അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മലയാറ്റൂരല്ലോ, കനകമലയ്ക്കാണ് കേട്ടോ. മലയാറ്റൂർ കഴിഞ്ഞ വർഷം നമ്മൾ പോയിട്ടുണ്ട്. അതൊരു തീർത്ഥാടനമായിട്ടൊന്നുമല്ല, ഡയറക്റ്റ് വെറുതെ ഞങ്ങൾ മല മോളിൽ കയറാനായിട്ട് ഞാനും ജോസഫ് ഡോക്ടറും കൂടി അന്ന് ഞങ്ങൾ പോയതാണ്. കഴിഞ്ഞ വർഷത്തെ വീഡിയോ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് പോയി ഇറങ്ങി അങ്ങനെ പോകുന്നുള്ളൂ. മോളിൽ പോയി പ്രാർത്ഥിച്ചൊക്കെ പോന്നു. ഇനി ഞങ്ങൾ മറ്റേ പാട്ടൊക്കെ പാടി അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിരുന്നു. ഞാനും മിടും ജാസ്മിയും കൂടിയാണ് പോണത്. അപ്പോൾ ഞങ്ങളിത് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോണു. പിള്ളേരെ മിടുവിൻ്റെ വീട്ടിൽ കൊണ്ട് ആക്കിയിട്ട് വേണം പോകാനായിട്ട്. അതെ, മിടു പണ്ട് പോയിട്ടുണ്ട്, ഞാൻ ഇതുവരെ പോയിട്ടില്ല. വലിയ മലയാണെന്ന് പറഞ്ഞത്. ഞാനാണ് ഇന്ന് ചെരുപ്പിടാണ്ട് കയറാൻ പോണത്. എന്താ ഫുള്ള് കറുത്ത കളർ? എൻ്റെ ബാഗ് അപ്പുറത്ത് വെച്ചിട്ട് എടുക്കണം കേട്ടോ. കയറി 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 കയറി. ആ വണ്ടി കയറിയിട്ട് പറയാം, നീ കയറുന്നേ, ലേറ്റായി നമ്മള്. വീട് ഞാൻ പേഴ്സ് എടുത്തില്ലായിരുന്നു. പേഴ്സിന്റെ ആവശ്യമില്ലല്ലോ. നോക്കാം. ഞാൻ മാത്രം മല കേറിയിട്ടില്ല, മലേന്റെ ഉള്ളിലത്തെ കല്ലുകളൊന്നും കണ്ടിട്ടില്ല. നീ വലുതാവട്ടെ, നിന്നെ അപ്പൊ കൊണ്ടുപോവാ. ഓക്കെ, പിന്നെ ഞങ്ങൾ ഫോറസ്റ്റ് പോയില്ലേ, അപ്പഴും കണ്ടിട്ടുണ്ട്. നമ്മള് വലുതാമ്മ അപ്പൊ എല്ലാം ശരി. അല്ല ഗ്രേസ് വലുതാമ്മ അപ്പൊ ശരിയാക്കട്ടെ എല്ലാരും. എന്തിയടാ അപ്പൊ വണ്ടി എടുക്കട്ടെ കേട്ടോ. ഏവായോ ജാസ്മിയോടെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? അപ്പൊ ജാസ്മിന്ന് പിള്ളേരെടുത്ത് നേരത്തെ സ്കൂളിലെന്തോ പരിപാടിക്ക് വരുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് വേഗം വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. എന്തുട്ടി ബാഗിൽ കൊണ്ടോളെ ബാഗാ? അല്ലെങ്കിൽ നമ്മള് ഈ വെയിലത്ത് അവിടെ എത്തിയാലും അവിടെ ചെല്ലുമ്പോ തണല് വരുള്ളൂ. സ്പീഡിൽ പോയാ നമുക്ക് കുരിശിന്റെ ബുക്ക് എടുത്തില്ലേ, പ്രാർത്ഥിച്ചു പോവാം. ഇപ്രാവശ്യത്തെ കുരിശ് പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് മലയാറ്റൂര് പോയത് ആകാംക്ഷയായിരുന്നു, മല കയറാൻ പറ്റുമോ എന്നുള്ളത്. ചേട്ടാ ആദ്യമായിട്ട് പോയി. എന്റെ ആദ്യമായിട്ട് ഞാൻ പോയിട്ടില്ലായിരുന്നു മലയാറ്റൂര്. പ്രാവശ്യം പോയിട്ടുണ്ട്. ഇപ്പൊ ഇത് നീ അന്ന് പോയതിന്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഞാൻ പണ്ട് പോയതാ CLC മറ്റേ എത്ര ക്ലാസ് പഠിക്കുമ്പോഴാണാവോ, കേട്ടിസൊക്കെ ആ സമയത്ത്. അന്ന് ഇത് കുത്തനെ ഇല്ല, അവിടെ വെച്ച സൈഡിൽ വെച്ചോ നല്ല പാടായിരുന്നു കേട്ടോ കയറാൻ. മലയാറ്റൂരിനേക്കാളും അന്ന് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയായിരുന്നു ഈ കനകമല. ഇപ്പൊ എങ്ങനെയാന്ന് എനിക്കറിയില്ല. അന്നൊന്നും അങ്ങനെ അധികം ആൾക്കാർ ഏത് നേരം കേറാത്തൊരു മലയായിരുന്നു. ഇപ്പൊ ആൾക്കാർ കേറി വഴിയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോന്നൊന്നും അറിയില്ല. അന്ന് ഞങ്ങള് പെർഫെക്റ്റ് കാട്ടിക്കോടെ പോയെ. അതായത് ഫുൾ അധികം ആൾക്കാർ നടക്കാണ്ട് കാട് മീൻസ് നിറച്ച് മരം. പക്ഷെ ഇപ്പത്തെ വീഡിയോയിലൊക്കെ കാണുമ്പോ ആൾക്കാർ നടന്നു പോയൊരു വഴി കാണുന്നുണ്ട്, വഴിച്ചാലുണ്ട്. അന്ന് വഴിച്ചാലൊന്നും ഉണ്ടായില്ല. അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് അന്ന് പോയെ. പിന്നെ അന്നെന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടി ചെറുപ്പമായിരുന്നു, ഹൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിടിച്ചു പോയതാണ്, അതൊന്നും എനിക്കറിയില്ല. എന്തായാലും മലയാറ്റൂര് മല ഞങ്ങള് കയറാൻ പോകാറുണ്ട് എല്ലാ വർഷവും. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ കനകമല അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ചേട്ടൻ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയാം. ഞാൻ ആദ്യമായിട്ട് കയറാൻ പോകുന്നത്, ഞാൻ കയറുമ്പോഴുള്ള ഫുൾ ഡീറ്റെയിൽസിനോട് പറയാട്ടോ. എന്നിട്ട് നമ്മുടെ ബ്ലോഗ് എന്ന് പറയുന്നത് കനകമല തീർത്ഥാടനം തന്നെയാണ്, വേറെ ഒന്നുമില്ല. നമുക്ക് നോമ്പ് സമയത്ത് പോകണമെന്നുണ്ടായിരുന്നു, പോവാൻ പറ്റിയില്ല. വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു, അതും പറ്റിയില്ല. ഈസ്റ്റർ കഴിഞ്ഞിട്ടാവാണ്. എന്റെടാ നമ്മളിപ്പോ എത്തും. അങ്ങനെ റെബേക്കയും ജെയ്സും ജാസ്മിനും നമ്മുടെ ബാക്കിലുണ്ട് ട്ടാ. ഓരോ കണ്ടന്റ് എക്സൈറ്റ്മെന്റിലാണ്. ഗ്രേസ് കൊച്ചിനെ പിടിക്കട്ടാ. ചേട്ടനോ? ആ ചേട്ടൻ വിചാരിച്ചോ ആ ചേട്ടനാണ് ഹായ് കൊടുക്കണേ. സുന്ദരി ഉണ്ടല്ലോ. ഞങ്ങൾ നിക്ക് തുറക്കട്ടെ. സ്കൂളൊക്കെ വന്ന പോലെ.
ഉറങ്ങായിരുന്ന ഞാൻ കറുപ്പൊക്കെ ഇട്ട് വന്നേണേ വെയിലിനെ ആകർഷിക്കാൻ. അമ്മ ഞാൻ ചെരുപ്പിടാണ്ട് കേറും. ജാസ്മി റെഫറി ആയിട്ട് നിൽക്കും. വരുമ്പോ എനിക്ക് 1000 രൂപ തരണം. ഇന്ന് തന്നെ തരണം. ഇപ്പൊ തരണ്ട, റിട്ടേൺ വന്നു കഴിയുമ്പോ. ഓക്കെ. അമ്മ ഞാൻ ഇന്നലെ പെറ്റടിച്ചിട്ടുണ്ട്. ഞാൻ ചെരുപ്പിടാണ്ട് കയറുന്ന പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു നടന്നത് തന്നെ പാറപ്പുറത്ത് ചവിട്ടി ചെരുപ്പിടാണ്ടൊന്നും കയറാൻ പറ്റില്ല, നിന്നെ കൊണ്ട് എന്തായാലും പറ്റില്ല, നീ നോക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും കയറും, കയറിയെങ്കിൽ 1000 രൂപ തരുമെന്ന്. അമ്മ പറഞ്ഞു ഞാൻ വേണേ ഇപ്പൊ തരാം, നീ കേറില്ല എന്ന് ഉറപ്പാന്ന് പറഞ്ഞിട്ട്. അപ്പൊ കേറി വരണം. നീ ഇത് എങ്കടാ വലിയ ബാഗ് ആയിട്ട് വലിയൊരു ബാഗൊക്കെ പിടിച്ചിറങ്ങണേട്ടാണ്. ഒന്ന് വരുവോ? എന്നോട് ചോദിക്കണ എവിടേക്ക് എന്റെ ചെരുപ്പ് ഇടാണ്ട് ഞാൻ കേറുമെന്ന് അമ്മയ്ക്ക് സംശയം. റഫറിക്ക് 50 രൂപ കൊടുത്താലോ? റഫറിക്ക് 50 രൂപ കൊടുത്ത് വായിക്കാലോ? എനിക്ക് 600 ഇവിടെ എല്ലാവരും ഭയങ്കര പ്ലാനിങ് അമ്മേനെ പറ്റിക്കാനായിട്ട്. എല്ലാരും പറയണേ അവർക്ക് 100 കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെരുപ്പിട്ടില്ല, ഞങ്ങൾ പറഞ്ഞോളാം ചെരുപ്പിട്ടോളാം. എനിക്ക് 600 ശരിയാവില്ല. ഞാനങ്ങനെ വഞ്ചന കാണിക്കില്ല. ഇല്ല, ഞാൻ വഞ്ചന കാണിക്കില്ല. വേണ്ട, 1000 രൂപ ഞാൻ മേടിച്ചോണ്ട്. ഇന്നലെ 50 രൂപയും കിട്ടിയിട്ട് വിടുകൊണ്ട് ഞങ്ങള് ഇന്നലെ മാളയ്ക്ക് പോയി. ഇന്നലെ സിനിമ കാണാൻ പോയി. ആ വിശേഷം അടുത്ത വീഡിയോ കൂടെ പറയാം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയിപ്പോ അവിടെ വഴിയില് ബാറിന്റെ ഓപ്പോസിറ്റ് കടയുടെ അവിടെ എഴുതി വെച്ചേക്കണം സർബത്ത് കാന്താരി കാന്താരി അല്ല കാന്താരി മുട്ട. ഞാൻ പറയാം സർബത്ത് കാന്താരി മുട്ടാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ 3 കോമ കണ്ടു. ഇവിടെ പറഞ്ഞു സർബത്ത് ഒരു സാധനമാണ്, കാന്താരി ഒരു സാധനമാണ്, മുട്ട ഒരു സാധനമാണ്. ഞാൻ പറഞ്ഞു കാന്താരി മുട്ട എന്നുള്ളത് ഒറ്റ വാക്കാട്ടെ എഴുതിയേക്കണേ, അത് ഒരിക്കലും 2 സാധനമല്ല. കാന്താരി ഈ കടയിൽ കാന്താരി കണ്ട എന്ത് കാര്യം ഇരിക്കണ്? ഒരു ജ്യൂസ് ഓപ്പോസിറ്റ് ബാറാണ്. ആയിക്കോട്ടെ വിചാരിച്ചങ്ങനെ മുട്ടക്കാന്താരി ഞാൻ വിചാരിച്ചു എന്തിനാവും മുട്ടക്കാന്താരി. അല്ല ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്നെ ഡൗട്ടായി. 50 രൂപ തിരിച്ചു വന്ന് നോക്കിയപ്പോ മിടുന്ന് വിശ്വാസമായി. അപ്പൊ തന്നെ ഗൂഗിൾ പേ ചെയ്യിപ്പിച്ചു. സ്പോട്ടിലാണ് എന്നെ കൊണ്ട് ഇന്നലെ സിനിമയുടെ ടിക്കറ്റിന്റെ കാര്യം അതിന് 100 രൂപ കിട്ടി. ഇന്നലെ 150 രൂപ കിട്ടി. കള്ളത്തരത്തിലൊന്നുമല്ലോ, ഉള്ള കാര്യത്തിനല്ലേ. ശരിയാ, അത് മതി. ഞാനും നിഷ്കളങ്കരായോണ്ടല്ല, നിങ്ങൾക്ക് വാശിയുള്ള കാരണം. നിങ്ങൾ സമ്മതിച്ചതിനില്ല. ഞാൻ പറഞ്ഞു ഇന്നത്തെ ദിവസം അഷ്ടമിശ്രീ മഹാലക്ഷ്മി മൂവീസില് എന്നിട്ടൊരു സിനിമയുടെ പേര് വാഴയ്ക്ക് സീറ്റ് കുറെ കാലിണ്ടെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞു ഇല്ല, ഒറ്റ സീറ്റ് പോലും കാലില്ല. കുറച്ച് സീറ്റ് ബാക്കിയുണ്ട്, പക്ഷെ അവിടെ ഇവിടെ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കുറെ സീറ്റ് ഞാൻ പറഞ്ഞു 50 ആണെങ്കിലും കാലി ഉണ്ടാവും പറഞ്ഞു. അടിപൊളി സമ്മതിച്ചില്ല. ഇവിടെ പറഞ്ഞു ഇല്ല ഏട്ടാ നടക്കില്ല, അങ്ങനെ ഉണ്ടാവില്ല, അതാണ് ഇതാണ്. എന്നിട്ട് ഞങ്ങള് അപ്പൊ അതിനെടുത്ത് നോക്കി. പിന്നെ നേരെ കനകമല ചെന്നിട്ട് കാണാം. ഇല്ല മോളെ, അത് ആർത്തിയാണ്, കിട്ടില്ല. 2 രൂപ പോലും കിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ട് ചെരുപ്പിടാണ്ട് ഞാൻ ഇന്ന് ഒരു തീർത്ഥാടനം ലെവലിൽ ഞാൻ എന്തായാലും കേറും. അപ്പൊ എനിക്ക് കയറാൻ പറ്റുന്നതാണ് എന്റെ വിശ്വാസം. ചെരുപ്പ് വെക്കണോ ബാഗില്? വെറുതെ വെക്കണം. കവറിങ്ങനെ വെച്ചേക്കാം. വിശ്വാസമില്ല, ഞാൻ കേറും വിടും. ചേട്ടൻ കയറുന്ന വിശ്വാസമുണ്ട്, കാരണം എപ്പോഴും ചെരുപ്പിടാണ്ട് ഇത് പാറയായോണ്ടേ കോഴിക്കോട് പോലെ ആയിക്കില്ല. സ്ലിപ്പ് ആവാൻ ചാൻസ് കൂടുതൽ അവിടെ, കാരണം മണ്ണ് ഇങ്ങനെ ആൾക്കാർ കയറി കയറി ഒരു ഉണ്ടാവായിരിക്കും. ഞാന് ഷൂ ഇട്ട, മറ്റേ ഷൂ ഇട്ടില്ല.
നമുക്ക് ജസ്വിനും അപ്പൂടും ഇവരൊക്കെ വന്നായിരുന്നേ. ഒരുമിച്ച് പോവാ. ആ എല്ലാരും കൂടി ഒരാഴ്ച കൂടി പോണ്ട. ചെരുപ്പിടാണ്ടാണോ? എയർപോർട്ടിൽ കൊണ്ടുപോയാൽ എല്ലാവരും പോണം. ഓക്കെ. അപ്പൊ ദേ ഈ മല ആണെന്ന് തോന്നുന്നു ഞങ്ങള് കേറാൻ പോണത്. കനകമല ഇവിടേക്കാണല്ലോ നമ്മള് കേറാൻ പോണേ. ആയിരിക്കണം, അല്ലാണ്ട് വേറെ മല ഒന്നും ഇവിടെ കാണാനില്ല. അപ്പൊ മല കയറുന്നതിന് മുമ്പ് അടിവാരത്തുള്ള ചായക്കടയിൽ കയറി കണ്ട ചായ കുടിക്കാനായിട്ട് കേറണേക്കാവുമ്പോ തീരെ തുടങ്ങി. എന്താവോ എന്തോ. എനിക്കല്ലായിരുന്നു, മിടുവനായിരുന്നു വിശപ്പിന്റെ അസ്കിതത. നീയല്ലേ പറഞ്ഞ വിശക്കണെന്ന്. അപ്പൊ എന്തായാലും ഇവിടുന്ന് ചായ കുടിച്ചോണ്ട് തുടങ്ങാന്ന് വെച്ചു. അപ്പൊ നമ്മുടെ സുഖിയനും പരിപ്പടി ചായയും കിട്ടിയിട്ടുണ്ട്. സുഖിയൻ അപ്പൊ ഞങ്ങള് ചായ കുടിച്ചത് ഇവിടെ നിന്നാണ് കേട്ടാ. സ്റ്റാർ കഫേ ഇങ്ങോട്ട് വളഞ്ഞ് ഞങ്ങള് പോവാണ്. കനകമല. വരട്ടെ കനകമല കുത്തനെയാണല്ലേ. ഓക്കെ. ഞങ്ങളവിടെ ചെന്നപ്പോ ആ ചേട്ടനോട് അഭിപ്രായം ചോദിച്ചു. അപ്പൊ ആ ചേട്ടൻ നല്ല റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. നല്ല കുത്തനെയുള്ള മലയാണ്, സാധാരണ മല പോലെയല്ലെന്ന്. അതോടുകൂടി സമാധാനം. എല്ലാം ഇടുവോ? നമ്മള് പ്രാർത്ഥിച്ച് നമ്മൾ കേറിയിരിക്കും. ദൈവമായ ശക്തി നമുക്ക് അതല്ലെങ്കിലും കേറും, ഉറപ്പാണ്. പിന്നെ നിങ്ങൾക്ക് എനിക്ക് നിങ്ങളാണ് കേറാത്ത ആൾക്കാര്, അപ്പൊ നിങ്ങൾക്കാണ് ടെൻഷൻ. ഈ ആത്മവിശ്വാസമായിട്ട് പോണ ആളായിട്ടെ പകുതിയോടെ ഇരിക്കുക. എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഭയങ്കര ആത്മവിശ്വാസത്തോട് കേട്ട് ചെല്ലും. നോക്കാതെ എന്തായാലും കേറിയ ഇറങ്ങാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നമ്മൾ കേറും. അമ്മേടെ അടുത്ത് പെറ്റടിക്കണ്ടായിരുന്നു. അതല്ല കേരളം ഇങ്ങനെ ഒരു പകുതി എങ്കിലും കയറി കഴിഞ്ഞാൽ നമ്മള് അങ്ങോട്ട് പോവും. പിന്നെ ഇറങ്ങാണ്ടിരിക്കാനും പറ്റില്ല, കേറാണ്ടിരിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. ജോസഫ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇത് ചെയ്യും. അതായത് പകുതി എത്ര നമ്മള് വെള്ളം പോലും കുടിക്കാൻ പാടില്ല, എത്ര ദാഹിച്ചാലും. എന്നിട്ട് പകുതി എത്തുമ്പോ വെള്ളം കുടിക്കണം. അത് കുറച്ച് വെള്ളം കുടിക്കാൻ പാടുള്ളൂ. എന്റെ കയ്യില് ഒരു റെഡ് ബുൾ ഉണ്ട്. ഇത്രേശ് കുടിക്കാം. നമുക്കൊരു പകുതി എത്തുമ്പോ കുടിക്കാം. റെഡ് ബുൾ ഒന്നും കുടിക്കാണ്ട് പോകാൻ പറ്റണം. അതിലാണ് റെഡ് ബുൾ നമുക്ക് ഒരു എനർജിക്ക് വേണ്ടിയാണ്. എനർജി ഇല്ലാണ്ട് നമ്മളിപ്പോ ചായ കുടിച്ചല്ലോ, എനർജി നേടി. അതെന്ന് പറഞ്ഞ പകുതി കുടിച്ചാൽ റെഡ് ബുൾ വരെ കിട്ടിയില്ലായിരുന്നു. ഈ മാട്ടിലത് ഉണ്ടായുള്ളൂ. ഇതിന്റെ മാർത്തോമ കുരിശുമുടി തീർത്ഥാടന കേന്ദ്രം, സെന്റ് ആന്റണീസ് ഷ്രൈൻ. നോ പാർക്കിംഗ്. ഇതാണ് മല. കണ്ട ഇവിടെ വണ്ടി പാർക്കിംഗ് എവിടെയാ? മല കണ്ട. ഇതൊക്കെ എന്ത് മല? അവിടെ വലിയ ശ്രദ്ധ പാർക്കിംഗ് എന്നും പറഞ്ഞു. എവിടെ? നമ്മള് കണ്ടില്ലല്ലോ. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നോ പാർക്കിംഗ് മാത്രം കണ്ടോട്. നല്ല പള്ളി. തിരിച്ചു വരുമ്പോ ഈ പള്ളി അങ്ങോട്ട് കാണിച്ചേക്കണം. അതിന്റെ ഉള്ളിൽ ഇവിടെ വേണമെങ്കിൽ പാർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. അതിന്റെ ഉള്ളിൽ പാർക്ക് ചെയ്തൊന്ന് ഇവിടെ പാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ പാർക്കിംഗ് ഉണ്ട്. ഇവിടേക്ക് പാർക്കിംഗ് തന്നെ പോവാ ചേട്ടാ. ഈ പാർക്കിങ്ങിലേക്ക് തന്നെ പോവാം. ഇന്നിപ്പോ തിരക്കില്ലല്ലോ, എല്ലാവിടെയും പാർക്കിംഗ് എഴുതി വെച്ചിട്ടുണ്ട്. എവിടെയും പാർക്ക് ചെയ്യാം. എവിടെയും പാർക്ക് ചെയ്യാം. പള്ളിയിലേക്ക് നമ്മൾ തിരിച്ചു വേണ്ടി വരും. എന്നൊക്കെ നടന്ന് ലാസ്റ്റ് ഈ പള്ളി പോവാം. ആണോ? കഞ്ഞി പോയി തിരിച്ചു വരുമ്പോഴെ കുടിക്കുക. അവളപ്പേക്കും ഭക്ഷണം കണ്ടുപിടിച്ചുട്ടാ. എനിക്ക് കഞ്ഞി എല്ലാ ദിവസം ഒന്നും ഉണ്ടാവുന്ന അറിയില്ല. പാർക്കിംഗ് നോ പാർക്കിംഗ്. അത് ഇവിടെ പാർക്ക് ചെയ്യരുതെന്നാണ് അവര് പറഞ്ഞത്. ഈ വഴിയില് ഇവിടെ ഇത് പാർക്കിംഗ് നല്ലായിരുന്നു കേട്ടോ. നോ പാർക്കിംഗ് ആ അതിവിടെ ഉണ്ട് പാർക്കിംഗ്. തോമസ് ലീഗ നിക്കുന്നു. ഇതിക്കോടെ പാർക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ പാർക്ക് ചെയ്യാൻ. അത് പറഞ്ഞ ആരും ഇല്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ അങ്ങനെ കനകമല അടിയിലുള്ള പള്ളിയിൽ എത്തിയിട്ടാ. ഇവിടെ നിന്ന് ഒരാള് പോലും കയറാനില്ലാന്ന് തോന്നേട്ടോ. നോക്കിയും പാർക്കിങ്ങിൽ നമ്മുടെ വണ്ടി മാത്രം. ഞങ്ങൾ എപ്പോഴും എങ്ങനെയായിരിക്കും, സ്പെഷ്യൽ ആയിരിക്കും. എന്നിട്ടായാലും ഞാൻ നഗ്നപാതനായിട്ടാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയേക്കുന്നത്. ഞാൻ സഹിക്കും. കാലിന്റെ അടിയിലൊക്കെ പോളം പോലെ വന്ന് വീർക്കും.
എൻ്റെ ഒരു ഇതിൽ കാലിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ പോളം പോലെ വന്ന് ഇങ്ങനെ വീർത്ത് പൊട്ടും. ഞങ്ങൾ രണ്ടുപേരും വണ്ടി പണക്കൊടിക്കേണ്ടി വരും. അയാള് മാറി മാറി അടിക്കാം. അതിലും ഭേദം ഞാനിവിടെ കിടന്നോണ്ട്. ഇവിടെ കിടന്ന ഒരു ദിവ്യ മരണമായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ കനകമല താഴത്തുള്ള അന്തോണിസ് പുണ്യാളന്റെ പള്ളി കേട്ടോ. ഇതിന്റെ പിന്നിലാണ് നമ്മുടെ മലയുള്ളത്. ഇതാണ് പള്ളിയുടെ ഉൾവശം വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഒരു പ്രത്യേക വ്യൂ. മുകളിലെത്തി തിരിച്ചിവിടെ വന്നെന്ന് പറഞ്ഞപ്പോൾ നീ ഇരുന്ന് ചിരിക്കണല്ലേ? നീ പൂർണ്ണ കേറി തിരിച്ചു വരുന്നുള്ളത്. എനിക്ക് വിശ്വാസം കുറവൊന്നുമില്ല, ഞാൻ എന്തായാലും തിരിച്ചു വരും, പക്ഷെ പതുക്കനെ വരും. ഇതാണ് കനകമല കുരിശുമുടിയിലേക്കുള്ള സ്വാഗതം പ്രാരംഭ സ്ഥലം. അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. അപ്പം അങ്ങനെ ഒന്നാം സ്ഥലത്തു നിന്ന് ഞങ്ങൾ തുടങ്ങാൻ പോവാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. വിജയം വരിച്ചവനേ, മിഴിനീരൊഴുക്കി അങ്ങേ കുരിശിന്റെ വഴിയേ വരുന്നു ഞങ്ങൾ. ലോകൈകനാഥ നിൻ ശിഷ്യനായി തീരുവാൻ ആശിപ്പോരെന്നുമെന്നും. ആക്ച്വലി ഞങ്ങളങ്ങനെ അതെ മല കയറി തുടങ്ങി. അവിടെ കയറുന്നോടത്ത് തന്നെ കുറേ ഇതേപോലെയുള്ള കോലുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനും ജാസ്മി ഓരോ കോല് എടുത്തിട്ടുണ്ട്. ജിമ്മത്തി വീട് മാത്രം എടുത്തിട്ടില്ല. അതും കൂടി താങ്ങാൻ പറ്റണല്ലേ പറഞ്ഞേ. അപ്പോൾ മലയുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്നാം സ്ഥലം കഴിഞ്ഞു. അയ്യാ, അവർ പറഞ്ഞത് 5-ാം തീയതി തുടങ്ങി ഇവിടെ മലയിലേക്ക് ലൈറ്റ് ഇല്ല. അപ്പോൾ ഇരുട്ടാണേക്കാൻ മുമ്പ് തിരിച്ചിറങ്ങണം എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ വേഗത്തിൽ പോയാലാ വേഗം തിരിച്ചിറങ്ങി പോരാൻ പറ്റുള്ളൂ. ഇത്തിരി സ്പീഡിൽ കയറണം. അപ്പോൾ അങ്ങനെ നമ്മൾ 2-ാം സ്ഥലത്ത് എത്തിയിട്ടാ. തൊട്ടടുത്തുനിന്ന് കയറി കയറിവാ, കാല് കൊള്ളാല്ലേ? രാഗം വന്നാൽ കാല് പൊള്ളലൊന്നൊരു വിഷയമല്ല. എന്ത് ഭംഗിയല്ലേ, അടിപൊളി. ആയോ വേഗം ഇറങ്ങണ്ട അല്ലേ? വിമയോൻ ഉണച്ചിടുന്നു നാദാ നിൻ കുരിശു താങ്ങാൻ കൈവന്ന ഭാഗ്യമേ ഭാഗ്യം. അവിടുത്തെ കുരിശു ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിച്ചു. അവർക്ക് ഈശോയുടെ സഹതാപം തോന്നിയിട്ടല്ല, ജീവനോടെ അവിടുത്തെ കുരിശിൽ തറയ്ക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. കരുണാനിധിയായ കർത്താവെ, ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിൽ അവരെ സഹായിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അപ്പോൾ ഞാനും ശിമയോനെ പോലെ അനുഗ്രഹീതനാകും. അങ്ങേ പീഡാനുഭവം എന്നിലൂടെ ദിവ്യനാനം തുടച്ചു. മാലാകമാർക്കെല്ലാം ആനന്ദമേകുന്ന മാനത്തെ പൂനിലാവേ, താബോർ മാമലമേലെ നിൻമുഖം സൂര്യനെ പോലെ മിന്നി. പിന്നാമുഖത്തിൻ്റെ ലാവണ്യമൊന്നാകി മങ്ങി ദുഃഖത്തിൽ മുങ്ങി. ഈ റൈറ്റ് സൈഡിൽ കൂടെ പോകുന്നത് ഇത്തിരി സ്ലിപ്പറി ആയിട്ടുള്ള വഴിയുണ്ടോ. ഇത് കൂടെ പോകണമെങ്കിൽ കുറച്ച് പാറക്കല്ലുകളൊക്കെ ഉണ്ട്. ഓ, അങ്ങോട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, സൂപ്പറുണ്ടോ. മറ്റാണ് ഹെലിക്യാമിൽ കാണുന്ന പോലെ ഉണ്ട്. അവിടെയൊക്കെ പാടവും. മിടുവിന് പെട്ടെന്ന് കയറാൻ പറ്റണമെന്ന് പറഞ്ഞ് അവൾ ഓടി കയറി അറ്റത്തേക്ക് പോയിട്ടാ. ഏറ്റവും അറ്റത്തേക്ക് കയറിപ്പോയി. കെട്ടിയാനും വരെ ഉപേക്ഷിച്ച് അവൾ ഓടിപ്പോയി. അറ്റത്ത് പോയി ഇരിക്കണ്ട അവിടെ. ആ ചിലയിടത്തൊക്കെ മുള്ളുണ്ട് കേട്ടോ.
അല്ല അവിടെയൊന്നും ഇല്ല. അങ്ങനെ ഞങ്ങൾ 9ാം സ്ഥലത്തെത്തി. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു ചേച്ചി ഞങ്ങളുടെ പിന്നാലെ നടന്നുണ്ടായി. ആ ചേച്ചി ഞങ്ങളുടെ മുകളിൽ കയറി പോയിട്ടാ. ആ ചേച്ചിയുടെ കാൽമേന്ന് നോക്കിയപ്പോൾ നീര്. അപ്പോൾ ആ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറയാം, ചേച്ചി 33 ദിവസമായിട്ട് അടുപ്പിച്ച് മല കയറണുണ്ടെന്ന്. കാൽമ എല്ലാ വർഷവും കയറാറുണ്ട്. കാൽമ വെരിക്കോസിൻ്റെ ഒരു ഇത് പ്രോബ്ലം ഉണ്ട്. ഇടത്തെ കാൽമ ഭയങ്കര നീരാണ്. ആ നീരും വെച്ചിട്ട് കയറണം. അപ്പോൾ നമുക്കൊരു എനർജി അല്ലേ? ജാസ്മീനെ മിക്കവാറും വലിച്ചു കയറ്റിക്കൊണ്ടുകൊണ്ടി വരും. അപ്പം ഇനി 9ാം സ്ഥലത്തെ പ്രാർത്ഥന എത്തിച്ച് ഇവിടുന്ന് ഇറങ്ങട്ടെ. ഇരുട്ടാവണേക്ക് ആകുമ്പോൾ താഴെ എത്തണം. ശരിക്കും പറഞ്ഞാലേ മുമ്പ് സൈക്കിൾ ഓട്ടിക്കൊണ്ടിരുന്നപ്പോൾ അന്ന് മലയാറ്റൂർ മല കയറിയപ്പോൾ ഇത്രയും ഒരു ഇത് തോന്നിയിട്ടുണ്ടായില്ല കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് കിതയ്ക്കണം. അങ്ങനെ ഞങ്ങളിതേ വന്ന് മലയുടെ മുകളിലെത്തിയപ്പോൾ ദേടാ ഒരു ഡൈനോസോറിൻ്റെ കുഞ്ഞ്. തേരട്ടല്ല, ഓന്ത്, വെറൈറ്റി ഓന്ത്, പാറയുടെ കളറുള്ള ഓന്ത്. മിടു നടന്ന് പോയി ഇതേ അവിടെ തുഞ്ചത്ത് കയറി 10ാം സ്ഥലത്തിൻ്റെ അവിടെ ഇരിക്കണ്ട കേട്ടോ. ആ ഇരിക്കണം, മുഖം നോക്കിയേ. ഞങ്ങളിപ്പോൾ അങ്ങനെ 10ാമത്തെ സ്ഥലത്തുണ്ടോ. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും കുരുക്കഴിക്കണം ആകാനുള്ള പ്രാർത്ഥന എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ വെള്ളം കുടിക്കാൻ പറ്റില്ല. എന്നപ്പോൾ എൻ്റെ ഇടയിൽ കൂടെ 2 ചേച്ചി ചേട്ടനെ കടന്നു. അവർ പറഞ്ഞു, ജാസ്മീൻ പറഞ്ഞു ഇവിടുത്തെ വെള്ളമൊന്നും കുടിക്കാൻ പറ്റില്ല, കാരണം കുരങ്ങന്മാരൊക്കെ പൈപ്പിൽ നിന്ന് കുടിക്കണ്ട. ശരിക്കും പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അതും കഴുകിയിട്ട് കുടിക്കാം. അങ്ങനെയൊന്നും പറ്റില്ല. എന്നൊക്കെ പട്ടി എന്തോരം നക്കിയേക്കണ്ട. എന്നിട്ട് അതുകൊണ്ട് അവിടെ നിന്ന് വെള്ളമൊന്നും കുടിച്ചില്ല. ജാസ്മിയുടെ കയ്യിൽ കുഞ്ഞൊരു കുപ്പിയിൽ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു, ഇത്തിരി കുടിച്ചു കേട്ടോ. ആ ഇവിടെ എല്ലാവരുടെയും വാഴവഴിയിൽ കച്ചവടക്കാരുണ്ടാവും, വെള്ളം ഉണ്ടാവും, അതുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിരുന്നത്. ആ ഇപ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റർ കഴിഞ്ഞതിന് ശേഷം തിരക്ക് ഒട്ടുമില്ല പറയണേ. മുമ്പൊക്കെ എനിക്ക് തോന്നുന്നു ഈസ്റ്ററൊക്കെ കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്കും കൂടി ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പം എന്തോ എനിക്ക് തോന്നുന്നു നേരത്തെ സ്റ്റോപ്പ് ചെയ്തു ലൈറ്റൊക്കെ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചു പോവാം. അങ്ങനെ കുരങ്ങൻ കുടിച്ച വെള്ളം കുടിക്കാൻ പോവാണ്. ഈ മല കയറി ഇത്രയും ആൾക്കാർ കുടിച്ചത് ഈ വെള്ളം തന്നെയല്ലേ? ആയിരിക്കും. ഒന്ന് കഴുകും, നല്ലോണം കഴുകിയാൽ മതി അതിന്റെ തുമ്പൊക്കെ. അടിയിന്നൊന്നും കുടിക്കാൻ ചാൻസ് ഇല്ല. ഇതൊക്കെ എന്തായാലും റിസൾട്ട് കുറച്ച് ദിവസം പറയാം. ഞാനും കുടിച്ചേക്കാം. ഇങ്ങനെ കുടിക്കാൻ പറ്റണല്ലോ. 2 കൈ ഞാൻ അമർത്തി പിടിക്കുക ചേട്ടൻ. അയ്യോ ചേട്ടന് 2 കൈ കൊണ്ടും കൂടി നിങ്ങളുടെ കൈമേ തഴുക്കൂടി. അന്ന് ചേട്ടൻ എനിക്ക് ഞങ്ങളുടെ കൈക്ക് കുറച്ച് ഞാനൊന്ന് കുടിച്ചോട്ടെ. വേണ്ടീ കുരങ്ങി കുടിച്ചോളല്ലേ? സാരില്ല, ദാഹം കുരങ്ങനും ഒക്കെ സെയിം ആണല്ലേ? ചെറിയ കയ്യും ആദ്യം കഴുകട്ടെ. ഞാൻ കല്ലിലൊക്കെ കിടന്ന് കൈ കുത്തിപ്പിടിച്ചിട്ട് വന്നു. മോൾക്ക് എന്താ കോല് കിട്ടിയില്ലായിരുന്നു? വേണ്ട, എന്തൊരാശ്വാസം. തണുപ്പൊന്നുമില്ല. നിന്റെ വെള്ളത്തിൽ ചൂടാണ്. വെയിലുണ്ട്. എന്തിന്റെ ടേസ്റ്റ്? ഈ വെള്ളം കുടിച്ച് പൈപ്പിൽ നിന്നല്ലേ? ശരിക്കും. പക്ഷെ എന്റെ പ്രതീക്ഷയെ ഇവിടെ വെള്ളമുണ്ട് ഈ സീസണിൽ. ശരിക്കും ഇവിടെയൊക്കെ വെള്ളം ഉണ്ടെന്നുള്ളതായിരുന്നു. അടുത്ത ആഴ്ച പള്ളിയിൽ പെരുന്നാളുണ്ടോ? നമ്മൾ താഴ്ത്തു കണ്ട പള്ളിയില്ലേ അവിടെ. നേരത്തെ പറയാൻ മറന്നുപോയി. ലൈറ്റ് ഊരന്തണോണ്ടേ? ഇതല്ല, അടിയിലത്തെ പള്ളിയില് അവിടെ ലൈറ്റ് ഇടാനുള്ള എന്താ പരിപാടിക്ക് ചെയ്യണ്ടായില്ലേ? ഇവിടത്തെ കൂരി കൊണ്ടുണ്ടോ? വഴിയിലൊക്കെ ലൈറ്റ് ഉണ്ടായിരുന്നു. ഈശോമിശിഹായെ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. 11ാം സ്ഥലം. കിടത്തി കൈകളും കാലുകളും അവർ ആണിതറയ്ക്കുന്നു. സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ, എങ്കിലും അവിടുത്തെ അതിരങ്ങളിൽ. അപ്പൊ അങ്ങനെ ഞങ്ങളിത് 13ാം സ്ഥലത്ത് എത്തിയിട്ടാ. ഇവിടുത്തെ പ്രാർത്ഥനയും കഴിഞ്ഞു. അപ്പോൾ മോളിക്ക് കയറി ഒട്ടുമിക്ക എല്ലാവരും ഇറങ്ങിപ്പോയി. ഒരു ചേട്ടനോട് ഇപ്പോൾ മോളിക്ക് ലാസ്റ്റ് കയറി പോയിട്ടുള്ളൂ. ഈ കുരിശ് മാത്രം കണ്ട ഒരു ഗോൾഡൻ കളർ. ഇവിടെ എന്തോ ഒരു അത്ഭുതം നടന്നു എന്ന് പറഞ്ഞിരുന്നു. എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ഇവിടെ എന്തോ വെള്ളം നിർത്താതെ വെള്ളം വന്നിരുന്നു. പാറയുടെ മുകളിൽ എന്തൊക്കെ പറയുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല. ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് 13ാം സ്ഥലത്തുള്ള ഈ കുരിശിൻ്റെ അവിടെ, ഈ കുരിശിന് മാത്രം ചുറ്റും ഒരു നെറ്റൊക്കെ വെച്ച് അടച്ചിട്ടൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞ്. ഇവിടെ കുറേ ആൾക്കാർ പ്രാർത്ഥനയും ഇതൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. ഈശോമിശിഹായുടെ മൃതശരീരം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു. 13ാം സ്ഥലം. അങ്ങനെ നമ്മൾ 13ാം സ്ഥലം കഴിഞ്ഞ് 14ാം സ്ഥലം എത്താറായിട്ടാ. ഇവിടെ വലിയൊരു കുരിശിരിക്കുന്നുണ്ട്. ദേവമാതാ ചർച്ച് വല്ലപ്പടി യൂത്ത് എന്നും പറഞ്ഞു. അവിടെ മുകളിലായിട്ടാണ് നമ്മുടെ ലാസ്റ്റ് നമ്മൾ എത്തേണ്ട സ്ഥലം.
14 സ്ഥലത്തെ പ്രാർത്ഥനയും കഴിഞ്ഞു. ഇനി ഏറ്റവും മുകളിലേക്ക് കഴിഞ്ഞിട്ടില്ല, മുകളിലെത്തണം. അതെ, താഴെ ഇറങ്ങണം. ഇപ്പൊ ഒരു ആരോഗ്യമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ആ, ഇവിടെ അത്യാവശ്യം കാറ്റും ഇതൊക്കെ ഉണ്ട്. ആ, നല്ല രസമുണ്ട്. ഇനി മുകളിൽ കയറിയിട്ട് കാണാൻ ഇതുണ്ട്. പോന്നാ ഇവിടുത്തെ കുർബാനയുടെ ടൈമിംഗ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഏറ്റവും മുകളിലെത്തി. നന്ദി ദൈവമേ, വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ മുകളിലേക്ക് എത്തിയിട്ടാ. ഇതാണ് കനകമലയുടെ ഏറ്റവും മുകൾ വശം. നിശബ്ദത പാലിക്കുവോ എൻ്റെ പൊന്നെ. ഒന്ന് പിടിക്കാൻ വിടൂ. ഓ, എന്ത് വ്യൂ. ഇതൊക്കെ ഏത് പള്ളിയാണാവോ? ഏത് പള്ളിയാണെന്നൊന്നും അറിയില്ല. ദൂരെ കാണാം. കാറ്റൊരു രക്ഷയില്ല. സൂപ്പർ. എവിടെ? അവിടെ മഞ്ഞിറങ്ങുന്നത്. അവിടെ എന്താ കമ്പനിന്ന് തോന്നുന്നു. കുറേ ഷീറ്റ് വേനന്തല്ലേ നീ കമ്പനികളൊക്കെ ആയിരിക്കടി. ക്യാമറയിലൊന്നും കാണില്ല കേട്ടോ ശരിക്കും പറഞ്ഞ. നമ്മളാ കയറി വന്നെടുത്തുണ്ട് അല്ലേ. ചെരുപ്പില്ലാണ്ട് കയറി വന്നിട്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഒരു ഇഷ്യൂ ഇല്ല. ചൂട് തുടക്കത്തിൽ നമ്മൾ കയറി വന്ന സമയത്ത് പാറയമൊക്കെ ചവിട്ടുമ്പോൾ നല്ല പൊള്ളണ ചൂടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അങ്ങനെ 1000 രൂപ അമ്മയുടെ നിന്ന് കിട്ടും. അവിടുത്തെ വ്യൂ അടിപൊളി വ്യൂ കേട്ടോ. നിങ്ങൾ ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് വെച്ചൊന്ന് കമന്റ് ചെയ്തോളൂ. ആ, 2-3 പള്ളി അവിടേക്ക് ആയിട്ട് കാണാം. അപ്പം നമ്മളങ്ങനെ ഏറ്റവും മുകളിൽ എത്തിക്കുന്നു. തോമാസ് ലീഹായെ, ഇതിൻ്റെ ഉള്ളിൽ മാതാവ്, തോമാസ് ലീഹ, യേശു. അതിൻ്റെ ഉള്ളിൽ ഇതല്ല ആണോ? ഓക്കെ. എന്തായാലും ഞങ്ങളങ്ങനെ കനകമല മുത്തപ്പൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ഞങ്ങളെ ഒരാപത്ത് അപകടം കൂട്ടാതെ താഴത്തേക്ക് ഇറക്കി തരണം. ഗാകുൽത്തായ്മേത് ചിന്തിയ തിരുരക്തം ഞങ്ങളുടെ മേൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തോട് ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഇവിടുത്തെ ചരിത്രം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുൾ ഡീറ്റെയിൽ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങി വന്ന വഴി കണ്ടോ? സാർ മുകളിൽ നിന്ന് ഇറങ്ങി വന്നേ. എല്ലാവരും ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വലിയ പ്രശ്നം തോന്നങ്ങളെ. അതെ. ഏത് മലയാറ്റൂര് വെച്ച് നോക്കുമ്പോ അറിയില്ല. ഇവരിവിടെ ഇങ്ങനെ സ്റ്റെപ്പ് പോലെയൊക്കെ പാറക്കല്ല് വെച്ചേക്കണാനോ അതടി കുറച്ചൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. കണ്ടില്ല, ഇതൊക്കെ സ്റ്റെപ്പാക്കി നിർത്തിയേക്കാം. ഉണ്ടോ? ആ, എന്നാലും ചെറിയ സ്ഥലത്തൊക്കെ കയറാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ആ, സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. ഗോൾഡൻ ഹവറിലാണ് ഞങ്ങൾ ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചേരം കഴിഞ്ഞാൽ ഗോൾഡ് മാറി ബ്ലാക്ക് ആവില്ല. ഇങ്ങനെ അസ്തമിക്കാൻ പോകുന്നു. സൂപ്പർ വ്യൂ. അടിയിലേക്കുള്ള വ്യൂ. നമ്മളിപ്പോ കൊറേ താഴെ എത്തി, 5-ാം സ്ഥലം എത്താറായി. പക്ഷെ എന്നാലും അടിയിലേക്കുള്ള വ്യൂ അടിപൊളി. ആ, നമ്മുടെ അടുത്തേക്ക് വരും തോറും പള്ളി അവിടെ കാണുന്നുണ്ട് നമുക്ക്. ക്യാമറയിൽ ചിലപ്പോ കാണില്ല. പക്ഷെ പെട്ടെന്ന് ഇറങ്ങിയ പോയ പോലെ തോന്നണം എനിക്ക്. ഇറങ്ങിയാ മതിയായിരുന്നോ? അങ്ങനെയല്ല, മീൻസ് കേറിയപ്പോ അത്രയും സ്ലോ അല്ല, ഇറങ്ങിയപ്പോ നല്ല സ്പീഡാണ്. സൂര്യൻ അങ്ങോട്ട് അസ്തമിക്കാൻ പോണ്. അസ്തമിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ രാവിലെ വന്നട്ടാ. ശരിക്കും പറഞ്ഞാൽ രാവിലെ വന്നിട്ടുണ്ടെങ്കിലോ സൂപ്പറായിരിക്കും. അടിപൊളിയാണ്.
എന്നിട്ടാ ആ നീങ്ങി നീങ്ങി പോയില്ലേ? എന്തൊരു ഭംഗിയല്ല ശരിക്കും. ഇതെന്ന് പറഞ്ഞ ഇടയ്ക്കൊക്കെ കാടും മനൊക്കെ കയറി നടക്കണം. നമ്മള് ക്യാമ്പിങ് ട്രക്കിങ് ട്രക്കിങ് ശരിക്കും പോണം. മലയാറ്റൂരില്ല അതിരപ്പള്ളിയിൽ ഇതേപോലെ പോകാൻ പറ്റും ട്രക്കിങ്ങിന്. ഒരു ദിവസം പോണം. മറ്റേ ഫോറസ്റ്റുകാരും വരും കൂടെ അതിരപ്പള്ളിയില്. അതിരപ്പള്ളിയിൽ. ഇത് രസം ശരിക്കും പറഞ്ഞാൽ. എന്നിട്ട് നമ്മളുടെ വെള്ളച്ചാട്ടം ചാടുന്ന സ്ഥലമില്ലേ മോളി, ആ അതിന്റെ ഓപ്പോസിറ്റ് സൈഡില് അപ്പുറത്ത് വന്ന് നിക്കാൻ പറ്റും. പക്ഷെ ട്രക്കിങ്ങിന് പോയപ്പോ നമ്മളന്ന് പോയപ്പോ എന്തോ ആന വന്നു പറഞ്ഞ് ഫോണിൽ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ഫോറസ്റ്റുകാരും വരും. അന്ന് നിർത്തി വെച്ചു ആന കൂട്ടം വന്നു. എന്നിട്ട് അവിടെ പോയിട്ട് ലാസ്റ്റ് അവിടെ സ്റ്റേ പോലെ എന്താ സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ വെക്കേഷന് പോകാൻ പറ്റിയ പോണം. പക്ഷെ പിള്ളേരൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. തൽക്കാലം ഞാൻ മാത്രം പോവാം. നീയും വാ, പുലി അങ്ങനെ തിന്നണേ ഒരുമിച്ച് തിന്നൂലോ. ജാസ്മിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അന്ന് ഇതിനെ കൊണ്ടുപോടി. പുലിക്ക് എന്തായാലും വിശപ്പ് മാറട്ടെ. ലിജി ചേച്ചീനെയും സി ചേച്ചിനെയൊക്കെ വരുമ്പോ കൊണ്ട് നമുക്ക് ട്രക്കിങ്ങിന് പോവാം. അതിപ്പോ ഒരു മാസം കഴിയുമ്പോ ഓക്കെ. ഇത് കൂടെ അല്ലല്ലോ നമ്മള് കയറിയേ. ഇത് കൂടെ തന്നെ ഇറങ്ങി സ്ലിപ്പ് ആവാണ്ട് പോണ്ടോ? ഇവിടെ ഒരു ഇത്തിരി ഏരിയല്ലേ പാറ, വലിയ പാറകളാണ്. ഇവിടെ എപ്പോഴും പാറയ്ക്ക് ചൂടുണ്ട്. ഇരുട്ടായി തുടങ്ങി. ഈ മോളിൽ പോയ ആൾക്കാരൊക്കെ തിരിച്ചു വരുമ്പോ ഇരുട്ടാവൂലേ. ഞങ്ങളിങ്ങോട്ട് വന്നപ്പോ മോളിൽ പിന്നെ ആൾക്കാർ കയറി പോണ്ടേ. അങ്ങനെ ഞങ്ങള് വന്ന് ദേ 1-ാം സ്ഥലം എത്താൻ പോകുന്നു. എന്തായാലും ഇപ്പം ഞങ്ങൾക്ക് ഇത്ര നേരം താങ്ങായിരുന്ന കോല് ഇവിടെ തിരിച്ചു വെക്കണം. ഇവിടെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴുണ്ടാ കണ്ടത് ഇവിടെ ഇങ്ങനത്തെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടുപോലില്ലായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഇതേ ഈ മല ഉണ്ടാ കയറി ഇറങ്ങി വന്നത്. ഇത് തന്നെയാന്ന് തോന്നുന്നു. പക്ഷെ വേറെ ഏത് സൈഡിലേക്കാണ് പോയത്. എന്തായാലും ഏത് ആ സൈഡിൽ എവിടെയാണ് നമ്മൾ പോയെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങളുടെ കനകമല തീർത്ഥാടനം അവസാനിക്കുകയാണ്. ഇനി പോവാണ്. മുന്നിൽ കടയുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊരു സോഡ കുടിച്ച് ഞങ്ങളിവിടുന്ന് പോവും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കനകമല തീർത്ഥാടനത്തിൻ്റെ വിശേഷങ്ങൾ. നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് കയറി പോയിക്കോട്ടെ. ഇപ്പോഴല്ല ശരിക്കും വരണ്ടേന്ന് പറയണേ. ശരിക്കും നമ്മുടെ ആ വലിയ ആഴ്ചകളിലാണ് വരേണ്ടത്. പക്ഷെ ആ നേരത്തൂടെ അല്ല, ശരിക്കും നമ്മുടെ ആ വലിയ ആഴ്ചയിലാണ് ഇവിടെ തിരക്ക് കൂടുതലുള്ള സമയം. നല്ല തിരക്കുള്ള സമയത്ത് റിസ്ക് ആണ്. ഇവിടെ ആൾക്കാർ കുറച്ചുകൂടി ഉണ്ടെങ്കിൽ ഇത്തിരി സേഫ് ആയിട്ട് നമുക്ക് കയറി ഇറങ്ങി പോരാം. പ്രശ്നമൊന്നുമില്ല. എന്നാലും എനിക്ക് കാടല്ലേ, ശരിക്കും കാടായതുകൊണ്ടേ ഞങ്ങൾ കയറിയപ്പോ ആരും ഉണ്ടായില്ല. അറ്റത്തെ തറയിൽ പോണ ഓരോരുത്തർക്കാണ്. ഇത്ര നേരം നീ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നില്ല എൻ്റെ ചെരുപ്പ് തന്നെ. അപ്പൊ പോവാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. ജാസ്മി ബൈ ബൈ പറ. ബൈ ബൈ.